ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ എം.എസ്. മണി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയാണ് എന്നുള്ളൊരു വിവരം ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് ലഭിക്കുന്നുണ്ട്. ദിണ്ടിഗൽ സ്വദേശിയായ എം.എസ്. മണിയെ സുഹൃത്ത് ബാലമുരുകനും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എം.എസ്. മണി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഇന്ന് തന്നെ ഹാജരാകുമെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉറപ്പായിട്ടും ഇവരിൽ നിന്നും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെ മണി ഹാജരായി? പൂജ, മണി ഹാജരായി. ഡിണ്ടിഗലിൽ നിന്ന് ഡി മണി എന്ന് സംശയിക്കുന്ന, ദാവൂദ് മണി എന്ന് സംശയിക്കുന്ന എം.എസ്. മണി എന്ന സുബ്രഹ്മണി ഇതാ ഇഞ്ചക്കലിൽ SIT ഓഫീസിൽ എത്തിയിരിക്കുന്നു. കാറിലാണ് വന്നത്. ഈ മണിക്കൊപ്പം ബാലമുരുകനും ഉണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഈ SIT ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇനി നടക്കാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും വിദേശ വ്യവസായിയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും വിളിപ്പിച്ചത്. ഒരു നമ്പർ കേന്ദ്രീകരിച്ചുള്ള, വിദേശ വ്യവസായം നൽകിയ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് SITയെ ഡിണ്ടിഗലിൽ എത്തിച്ചത്. അവിടെ ഡിണ്ടിഗൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് ഡി മണി എന്ന സംശയത്തിലാണ് എത്തിയത്. പക്ഷേ അവിടെ എം.എസ്. മണി എന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ആ നമ്പർ ഉപയോഗിച്ചിരുന്നത്. അയാൾ അന്ന് SITക്ക് കൊടുത്ത മൊഴി, ഞാൻ ഡി മണിയല്ല, ദാവൂദ് മണിയല്ല, ഞാൻ എം.എസ്. മണി എന്ന സുബ്രഹ്മണിയാണ്, എൻ്റെ കൂട്ടുകാരുടെ പേരിലുള്ള നമ്പറാണ് താൻ ഉപയോഗിക്കുന്നത്, ആ നമ്പർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല എന്നൊക്കെയാണ്. മാത്രമല്ല, ശബരിമല കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ മറ്റുള്ളവരെയോ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തന്നെയോ താൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള മൊഴിയാണ് അന്ന് കൊടുത്തത്. പക്ഷേ ഈ കൃത്യമായ ചോദ്യം ചെയ്യലിനോ അതല്ലെങ്കിൽ വിവരശേഖരണത്തിനോ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് SITക്ക് ആ ദിവസം സാധിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകി അന്ന് SIT സംഘം അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ അതിനിടയിൽ SIT ഈ മണിയുമായി ബന്ധപ്പെട്ട അയാളുടെ ബിസിനസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് അടക്കം തേടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷമാണ് മണി ഇപ്പോൾ SIT ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അപ്പോൾ മണിക്ക് പ്രധാനമായും അന്വേഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി മണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, വിദേശ വ്യവസായി പറഞ്ഞ ഡി മണി ഇയാൾ തന്നെയാണോ എന്നുള്ള കാര്യമാണ്. പൂജ, ബാലമുരുകനും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അപ്പോൾ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയത്. പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് തന്നെയാണ് ഡി മണി, ദിണ്ടിഗലിൽ കണ്ടെത്തിയ മണി തന്നെയാണ് ഡി മണി എന്നാണ് പ്രവാസി വ്യവസായി പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. കഴിഞ്ഞ ദിവസം ആ പ്രവാസി വ്യവസായി നൽകിയ മൊഴിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ കൈമാറ്റം ചെയ്യപ്പെട്ടു, തിരുവനന്തപുരത്ത് വെച്ച് ആ ഇടപാട് നടന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും ഇപ്പോൾ വിവരങ്ങളായി നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്. അതിലെല്ലാം തന്നെ അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ചോദ്യം ചെയ്യലിലൂടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്.